വിമാനയാത്രയാണ് അമേരിക്കക്കാർക്ക് കൂടുതൽ ഇഷ്ടമെന്നും മനസ്സിലായി. അപ്പോഴാണ് അന്വേഷിച്ചത് ഇവിടെ എത്ര എയർപോർട്ട് ഉണ്ട്. അപ്പോൾ അമേരിക്കൻ വിശേഷണങ്ങളിലെ അടുത്ത ഒരു എൻ്റെ പരിചയം നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. ഒരുപാട് എയർപോർട്ടുകൾ ഞാൻ യൂസ് ചെയ്തു, ഒട്ടനവധി എയർപോർട്ട്, 6ഓളം സ്റ്റേറ്റുകൾ ഞാൻ കവർ ചെയ്ത് 6ഓളം എയർപോർട്ടുകൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. ഒരുപാട് ആളുകൾ എയർപോർട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നും ധാരാളം യാത്രക്കാർ എയർപോർട്ടിലൂടെയാണ്, അധികം വിമാനയാത്രയാണ് അമേരിക്കക്കാർക്ക് കൂടുതൽ ഇഷ്ടമെന്നും മനസ്സിലായി. അപ്പോഴാണ് അന്വേഷിച്ചത് ഇവിടെ എത്ര എയർപോർട്ട് ഉണ്ട്. ഞെട്ടിപ്പോയി. ഇന്ന് വരെ ചിന്തിക്കാത്ത അത്രയും എയർപോർട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന ഫിഗർ എത്ര എയർപോർട്ട് ഉണ്ട് USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ എന്ന് ചോദിച്ചാൽ ഗൂഗിളിൽ ചോദിച്ചാൽ കിട്ടും, അതിനോട് ചോദിച്ചാൽ കിട്ടും. പക്ഷെ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. ഞാൻ ചോദിച്ചു, ഞെട്ടിപ്പോയി. 19,000-ൽ കൂടുതൽ എയർപോർട്ട് ഉണ്ട്. അത്രേ അൺബിലീവബിൾ അല്ലേ? ഇപ്പൊ എല്ലാവരും ഉണ്ടാവും, ഇപ്പോൾ അടിക്കുന്നല്ലേ, എല്ലാവരും ഇപ്പോൾ ഗൂഗിളിനോട് ചോദിക്കുന്നുണ്ടാവും. ഒന്ന് ചോദിച്ചു നോക്കൂ. 19,212 എയർപോർട്ടുകൾ 2025 വരെ USA ഉണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതമില്ലേ? അതിൽ 6,000-നടുത്ത് എയർപോർട്ടുകൾ പബ്ലിക് ആൻഡ് ഇന്റർനാഷണൽ എയർപോർട്ടുകളാണ്. ബാക്കി കുറേ സ്വകാര്യ പ്രൈവറ്റ് എയർപോർട്ടുകൾ. ഒരു 4-5 വീടുകൾ കൂടി അവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കും. അവർ വിമാനം മേടിക്കും, അവരുടെ കപ്പാസിറ്റി ഉണ്ട്. അവർ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നു. അതുപോലെ മിലിറ്ററിയുടെ ഗവൺമെന്റ് എയർപോർട്ടുകൾ വേറെയും, പ്രൈവറ്റ് എയർപോർട്ടുകൾ വേറെയും, ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ എയർപോർട്ടുകൾ വേറെയും, ബിസിനസ് എയർപോർട്ടുകൾ വേറെയും. ഓരോ കമ്പനിക്ക് സിലിക്കൺ വാലിയുടെ ഒരു ഭാഗത്ത് നിന്ന് അവിടെ ഒരു എയർപോർട്ട്, സാൻ ഫ്രാൻസിസ്കോന്റെ ഇവിടെ വന്ന വേറെ എയർപോർട്ട്, ന്യൂയോർക്കിൽ തന്നെ 3 എയർപോർട്ട്. എന്താ, നമ്മുടെ ഡൽഹിയിൽ 3 എയർപോർട്ട് ഉണ്ട്, 2 എയർപോർട്ട് ഉണ്ടാവും അല്ലേ? അങ്ങനെ ലോകത്ത് ഒരുപാട് എയർപോർട്ടുകളല്ല. രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഒട്ടും സംശയിക്കണ്ട, അത് അമേരിക്കയാണ്. ഒർലാൻഡോയിലെ എയർപോർട്ടൊക്കെ ഉണ്ടല്ലോ, ഫ്ലോറിഡയിലെ എയർപോർട്ടൊക്കെ ഉണ്ട്, കണ്ടാൽ ഞെട്ടിത്തെറിച്ചു പോകും. ഒരു ഷോപ്പിംഗ് മാൾ ആണോ എന്ന് വിചാരിക്കും. ഇത്രമാത്രം എയർപോർട്ടുള്ള രാജ്യം വേറെ ഇല്ല. സിമ്പിളായി യാത്ര ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ ബസ് കയറുന്ന പോലെയാണ് യാത്ര ചെയ്യുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്ത പോലെ ആണ് ആൾക്കാർ. വീടിൽ നിന്ന് ഇറങ്ങണു, മൊബൈൽ എടുക്കണു, ടിക്കറ്റ് എടുക്കണു, ബോർഡിംഗ് പാസ് എടുക്കണു, നേരെ പോകണു, എമിഗ്രേഷനൊക്കെ ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്യണു, ആ ഹാളിലൂടെ കടന്നു പോകണു, നേരെ ബോർഡിംഗ് ഗേറ്റിലെത്തുന്നു, അവിടെ നേരെ വിമാനത്തിൽ എയർപോർട്ടിൽ ഇരിക്കുന്ന പരിപാടി പോലും ഇല്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു കോഫി സെന്ററിൽ പോയിട്ട് കാപ്പി എടുക്കും, 10 മിനിറ്റ്, അപ്പോഴേക്കും തന്റെ വിമാനത്തിനെല്ലാം റെഡിയാവും. ഇങ്ങനെ യാന്ത്രികമായി ബസ് കയറുന്ന പോലെ വിമാനയാത്ര നടത്തുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻസ് ആണ്. ഏറ്റവും കൂടുതൽ എയർപോർട്ട് ഉള്ളതും അമേരിക്കയിലാണ്. ഇതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിലൂടെ പുത്തൻ ആശയമായി ഞാൻ വീണ്ടും വരാം.